രാക്ഷസി പ്രണയം. രചന കൺമണി. അവതരണം സാലിം കരുളായി. ഇടറുന്ന ശബ്ദത്തോടെ നിറഞ്ഞൊഴുകുന്ന മിഴികളോട് അവനത് പറഞ്ഞ് തൻ്റെ മുഖം ഇരു കൈകൾക്കുമിടയിൽ ഒളിപ്പിച്ച് വെച്ചവൻ തേങ്ങിക്കരഞ്ഞു. അവൻ്റെ സങ്കടത്തിൽ മൗനമായി അവന് കൂട്ടിരിക്കാനേ ധൃതിക്കാവുമായിരുന്നുള്ളൂ. എത്രയൊക്കെ കുറ്റപ്പെടുത്തിയാലും റാം അവന് ജീവനാണ്, തള്ളിക്കളയാനാവില്ല. ഒരുപാട് തവണ കുത്തഴിഞ്ഞ അവൻ്റെ ജീവിതത്തിൽ നിന്നും അവനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും പരാജയമായിരുന്നു. ഒരു സുഹൃത്ത് എന്ന നിലയിൽ താൻ അവിടെ തോറ്റുപോയി. ഇന്നവൻ താൻ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വന്നെങ്കിലും അവൻ ആഗ്രഹിച്ചൊരു ജീവിതമല്ല കിട്ടിയേക്കുന്നു. എല്ലാം മറന്ന് ജീവിതം ഒരു ഉന്മാദലഹരിയായി ജീവിച്ച് തീർത്തപ്പോൾ അതിനിടയിൽ പറ്റിയൊരു തെറ്റെന്നതിന് പറയാൻ പറ്റുമോ? അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നവൻ സ്വന്തമാവില്ലെന്ന് അറിഞ്ഞപ്പോൾ വാശിയോടെ അവളെ സ്വന്തമാക്കി. പക്ഷേ എവിടെയോ പിഴച്ചു. അവളുടെ ശരീരമേ സ്വന്തമാക്കാൻ കഴിഞ്ഞുള്ളൂ. മനസ്സവനിൽ നിന്നും ഒരുപാട് ദൂരേക്കകന്നു. ഒരുപോലെ ഇരുവരിലും മനസ്സിലെ പ്രണയത്തെ വാശിയാൽ വിലങ്ങിക്കളഞ്ഞു. ഒടുവിൽ തിരിച്ചറിവ് വന്നപ്പോൾ ദുഃഖത്തിൻ്റെ കൊടുങ്കതത്തിലേക്കാണ് അവൻ വീണെറിയപ്പെട്ടത്. അതിൽ നിന്നും അവനെ കൊണ്ടുവരാൻ മനസ്സ് വെക്കേണ്ടവൾക്ക് ഇന്നവൻ ശത്രുവാണ്. ക്ഷമിക്കാൻ കഴിയുമോ അവൾക്ക്? കഴിയട്ടെ എന്നുള്ളുരുകി പ്രാർത്ഥിക്കുന്നു. തലകുമ്പിട്ടിരിക്കുന്ന അവൻ്റെ മുടിയിഴകളിൽ തലോടിക്കൊണ്ടവൻ പതിയെ ആശ്വസിപ്പിക്കുമ്പോൾ അവൻ്റെ മനസ്സിലൂടെ ഒരായിരം ചിന്തകൾ കടന്നുപോയി. പിന്നെ അവൻ ആശ്വസിപ്പിച്ചുകൊണ്ട് റാമിനെ എഴുന്നേൽപ്പിച്ച് ഫ്രഷ് ആവാൻ പറഞ്ഞു വിട്ടു. തുറന്നിട്ട ജനൽപ്പാളികളിൽ നിന്നും വെയിലടിച്ച് കയറിയ നിമിഷം നീത അനിഷ്ടത്തോടെ മുഖം ചുളിച്ചുകൊണ്ട് മെല്ലെ മൂരി നിവർന്ന് ബെഡിൻ്റെ ഹെഡ് ഡ്രസ്സിലേക്ക് ചാരിയിരുന്നു. പതിയെ ജനൽപ്പാളിയിലൂടെ പുറത്തേക്ക് നോക്കി. താൻ വന്നതിന് ശേഷം ആദ്യമായാണ് ഇങ്ങനെ മുറിയിലേക്ക് വെളിച്ചം കടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കമലമ്മയുടെ പണിയാകുമെന്ന് അവൾ ഊഹിച്ചു. കമലമ്മയെ ഓർത്തവളിൽ ഒരു നിമിഷം ഇന്നലെ തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവവികാസങ്ങൾ മിന്നിമറഞ്ഞു പോയപ്പോൾ അവളുടെ കൈകൾ അവളുടെ ഉദരത്തെ പുലുകി കഴിഞ്ഞിരുന്നു. ഒരു ദിവസം കൊണ്ട് താൻ അമ്മയായി മാറി. തൻ്റെ ഉള്ളിൽ നിന്നും റാമിനോടുള്ള പക മാറി അവിടെ ഈ 3 കുരുന്നുകൾ സ്ഥാനം പിടിച്ചത് അവൾ അറിഞ്ഞു. പക്ഷേ ഒരു വേള അവളിൽ അവൻ്റെ മുഖം കടന്നു വന്നതും അവനോടുള്ള അവളുടെ പക തെല്ലും മടങ്ങിയിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. അവനെപ്പറ്റി ആലോചിച്ചതും കൈകൾ ദേഷ്യം കൊണ്ട് ബെഡ്ഷീറ്റിൽ മുറുക്കി. കണ്ണുകളിൽ ചുവപ്പ് പടർന്നു, പല്ലുകൾ തിരിഞ്ഞമർത്തി. തുറന്നിട്ട ജനൽപ്പാളികളിലൂടെ തഴുകിയെത്തിയ ഇളം തെന്നലിൻ്റെ സാമീപ്യമായിരുന്നു അവളെ തിരികെ കൊണ്ടുവന്നത്. ചിന്തകൾക്ക് കടിഞ്ഞാണിട്ട് പിടികൾ വീണ്ടും തൻ്റെ വയറിൽ പതിഞ്ഞപ്പോൾ ചുണ്ടിൽ ആരെയും മയക്കുന്ന ഒരു ഇളം പുഞ്ചിരി മുട്ടിട്ടു. അത്രമേൽ സ്നേഹത്തോടെ അവൾ ആ കുരുന്നുകൾ ഇരു കൈയാലും പൊതിഞ്ഞു പിടിച്ചു. പിന്നെ ഇന്നലെ കമലമ്മ പറഞ്ഞത് ഓർത്തപ്പോൾ വേഗം എഴുന്നേറ്റ് ഫ്രഷ് ആവാനായി കയറി. വാഷ്റൂമിലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൾ നഗ്നമായ വയറിലൂടെ വിരലോടിച്ചു. തൻ്റെ മക്കളെ സ്നേഹത്തോടെ പുണർന്നു. ബാബാസേ, അറിഞ്ഞില്ലല്ലോ ഈ അമ്മ നിങ്ങൾ വന്നത്. പിണക്കണ്ട അമ്മയോട് പിണങ്ങല്ലേ? അമ്മയ്ക്ക് ഈ ഭൂമിയിൽ സ്വന്തം എന്ന് പറയാൻ നിങ്ങളേ ഉള്ളൂ. അമ്മയെ മനസ്സിലാക്കാൻ അമ്മയുടെ മനസ്സറിയുന്നവരായി നിങ്ങൾ 3 പേരേ ഉള്ളൂ. നിങ്ങളുടെ അച്ഛക്ക് പോലും അമ്മയെ വേണ്ട. അമ്മ അച്ഛയുടെ ജീവിതത്തിലൊരു ശല്യമാണ്. അല്ലെങ്കിലും അമ്മയെ സ്നേഹത്തോടെ സ്വന്തമാക്കിയതല്ല. അമ്മയല്ല, അമ്മയുടെ ശരീരത്തെയാണ് നിങ്ങൾക്ക് ജന്മം നൽകിയ അയാൾക്ക് ഇഷ്ടം. അയാൾക്ക് പറ്റിയ തെറ്റാ ഈ അമ്മയും മക്കളും. ഇപ്പം കാണിക്കുന്ന സ്നേഹം പോലെ അഭിനയാണ്. എൻ്റെ മക്കളെ അമ്മയിൽ നിന്ന് അകറ്റാനായുള്ള സ്നേഹം. അങ്ങനെ ഈ അമ്മയും മക്കളും ആർക്കും വിട്ടു കൊടുക്കില്ല. ആർക്കും നമ്മൾ അകറ്റാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ അകറ്റാൻ നോക്കിയാൽ നമ്മൾ 4 പേരും ആരുടെയും ശല്യമില്ലാത്തവരടുത്തേക്ക് പോകും. അമ്മ കൊണ്ടുപോകും അമ്മയുടെ മക്കളെ. മക്കൾ പേടിക്കണ്ട കേട്ടോ. മക്കൾക്ക് വിശക്കുന്നുണ്ടോ? അമ്മ വേഗം കുളിച്ചു മാറി മക്കളുടെ വിശപ്പ് മാറ്റി തരാട്ടോ. കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് വയറിൽ തഴുകിയും തലോടിയും ഇടറിയ ശബ്ദത്തോടെയും വാത്സല്യത്തോടെയും കരുതലോടെയും പറഞ്ഞുകൊണ്ട് അവൾ കുളിക്കാനായി ഷവർ തുറന്നു. കുളിച്ച് ഫ്രഷായവൾ മുടിയാകെ വിടർത്തിയിട്ടു. മുഖത്തൊന്നും പുരട്ടിയില്ലെങ്കിൽ കൂടി ചുണ്ടിലെ ഇളം പുഞ്ചിരി അവളുടെ മുഖം കൂടുതൽ തെളിവിയോടെ തിളങ്ങി നിന്നു. കണ്ണാടിക്ക് മുന്നിൽ നിന്നും ഒന്നുകൂടെ വയറിനെ പൊതിഞ്ഞു പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. നേരെ പോയത് അടുക്കളയിലേക്കായിരുന്നു. അവിടെ കമലമ്മ എന്തോ പണിത്തിരക്കിലാണെന്ന് കണ്ട നിത അവളുടെ അരികിലേക്ക് ചെന്ന് അവരെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു. അവളുടെ നീക്കത്തിൽ അവരൊന്ന് പേടിച്ചു പോയെങ്കിലും പിന്നീട് അവളാണെന്ന് മനസ്സിലായതും അവർക്ക് തെല്ലൊരു ആശ്വാസവും അതിലൊരു സന്തോഷവും കളിയാടി. താനിന്നലെ അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും അവളിൽ നിന്നൊരു മാറ്റം അവർ പെട്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പേടിപ്പിച്ച് കളഞ്ഞില്ല കുഞ്ഞെ നീ. ആണോ? എൻ്റെ കമലമ്മ പേടിച്ചു പോയോ? കളിയോട് അവൾ ചോദിച്ചുകൊണ്ട് അവളുടെ മുന്നിലേക്ക് കയറി നിന്നു. അവളുടെ മുഖത്തെ പുഞ്ചിരി അവർക്ക് അത്ഭുതമായിരുന്നു. ആ പുഞ്ചിരിക്ക് വല്ലാത്ത പ്രത്യേകത ഉള്ളതുപോലെ തോന്നി അവർക്ക്. ഒരു ദൈവിക ചൈതന്യം അവളിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ. അവളെ കണ്ണിമ ചിമ്മാതെ നോക്കുന്ന കമലമ്മയെ ഇത് അത്ഭുതത്തോടെ നോക്കി. കമലമ്മ എന്തെന്നെങ്ങനെ നോക്കുന്നേ? എന്തേ ഇതിനു മുന്നേ കാണാത്തതുപോലെ? ഒന്നുമില്ല മോളെ, മോളുടെ മുഖത്തെ പുഞ്ചിരി കണ്ട് നോക്കി നിന്ന് പോയതാ. എന്നാലേ എൻ്റെ കമലമ്മ നോക്കി നിൽക്കാതെ എനിക്ക് വല്ലത് തായോ? വിശന്നിട്ട് മേല. വയറിൽ കൈവച്ച് കിണങ്ങി പറയുന്ന അവളുടെ കവളിലൂടെ കൈയോടിച്ച് അവൾക്കുള്ള ഭക്ഷണം എടുക്കാനായി തിരിഞ്ഞു. അത് കണ്ട് അവൾ അവിടെയുള്ള സ്റ്റേബിൾ കയറിയിരുന്നു. മോൾക്ക് ദോശ എടുക്കട്ടെ? ചട്ടിനി വേണോ സാമ്പാർ വേണോ? രണ്ടും വേണ്ട. പിന്നെന്താ വേണ്ടേ? എനിക്ക് പച്ചമാങ്ങ കൊണ്ട് ചമ്മന്തി മതി. ഇപ്പം തന്നെ വേണോ? ഇവിടെ മാങ്ങ അല്ലല്ലോ കുഞ്ഞേ. വൈകിട്ട് ശ്യാമനോടോ ആരെങ്കിലും പറഞ്ഞ് വാങ്ങിപ്പിച്ചാൽ മതിയോ? പോരെ കമലമ്മേ, എനിക്ക് ഇപ്പോഴാണ് വേണ്ടത്. മാങ്ങ തന്നെ വേണമെന്നില്ല. പുളിയിൽ എന്തേലും ഒന്നായാൽ മതി.
അങ്ങനെയാണെങ്കിൽ ഞാൻ പുളി പിടിഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കി തരാം. ആദ്യം എൻ്റെ മോളി പാല് കുടിക്ക്, അപ്പോഴേക്കും ഞാൻ ചമ്മന്തി ഉണ്ടാക്കി തരാം. അതുവരെ മോള് വിശന്നിരിക്കേണ്ട, വിശക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞേ. അവൾക്ക് നേരെ പാൽ ഗ്ലാസ് നീട്ടി പറഞ്ഞപ്പോൾ അവൾ മറുത്തൊന്നും പറയാതെ പാൽ ഗ്ലാസ് വാങ്ങി ചുണ്ടോട് ചേർത്തു. ഒരു വായ കുടിച്ചവൾ പാൽ ഗ്ലാസ്സിലേക്കും കമലമ്മയെ നോക്കി. ഇത് എന്തൊക്കെയാ അതിലിട്ടേക്കുന്ന കമലമ്മേ? അതിൽ കുറേ ഇട്ടിട്ടുണ്ട്. ബദാമും അണ്ടിപ്പരിപ്പും പിന്നെ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് നിറം വെക്കാൻ കുങ്കുമപ്പൂവും എല്ലാം ഇട്ടിട്ടുണ്ട്. ആരാ കമലമ്മയോട് പറഞ്ഞ് കുങ്കുമപ്പൂ ഇട്ടാ നിറം വെക്കൂന്ന്? അതൊക്കെ വെറുതെയാ. അതെനിക്ക് അറിയില്ല മോളെ, പക്ഷേ പഴമക്കാരങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഇന്നലെ റാമിതൊക്കെ വാങ്ങിക്കൊണ്ട് തന്നതല്ലേ. വയറ്റുള്ള കുഞ്ഞുങ്ങളെ പറ്റി അവന് വീണ്ടും വിചാരമൊക്കെ ഉണ്ട്. അവളോട് ഓരോന്ന് പറഞ്ഞ് ചമ്മന്തി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എടുക്കുന്ന കമലമ്മ അവളുടെ ഭാഗത്തു നിന്ന് മറുപടി ഒന്നും കിട്ടാത്തത് കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് കയ്യിലെ പാൽ ഗ്ലാസ് ബലത്തോടെ പിടിച്ചിരിക്കുന്നതാണ്. കൂടാതെ മുഖഭാഗ ദേഷ്യത്തിൽ ചുവന്ന് തൊടുത്തിട്ടുണ്ട്. ഒരു വേള അവളുടെ മാറ്റം കണ്ട് അവർ അമ്പരന്ന് പോയെങ്കിലും അതിൻ്റെ കാരണം റാമിൻ്റെ പേര് തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയാതെ അവരൊന്ന് പതറി. പിന്നെ എന്തോ ആലോചിച്ച പോലെ അവൾക്കരികിലേക്ക് നടന്നു. മോള് കുളിച്ച് കഴിഞ്ഞ് തലയിൽ രാസനാദിപൊടി തിരുമ്മിയില്ലേ? അവളുടെ അടുത്തേക്ക് പോയി ചോദിച്ചു. അവരുടെ ചോദ്യമായിരുന്നു അവളെ തിരികെ കൊണ്ടുവന്നത്. എന്താ എന്താ കമലമ്മ ചോദിച്ചേ? ആഹാ, ഇതെവിടെയാ ഇത്ര അടുത്തത്? ഞാൻ ചോദിച്ചത് നീ കേട്ടില്ലേ? കുളി കഴിഞ്ഞ് തലയിൽ രാസനാദി തിരുമ്മിയില്ലേന്ന്. ഇല്ല എന്നിട്ടതിൽ അവൾ തലയാട്ടി. എന്നാൽ ഇനി മുതൽ ആ പൊടി തിരുമണം. ഇനി എങ്ങാനും പനി പിടിച്ചാലോ? ഈ സമയത്ത് പനി വന്നാൽ മരുന്ന് കഴിക്കുന്നതൊന്നും നല്ലതല്ല. അതുകൊണ്ട് അതൊന്നും വരാതെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്, കേട്ടല്ലോ? അവളുടെ തലയിൽ പൊടി തിരുമ്പി കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു. ഇനി മോളി പാല് കുടിക്ക്, വിശക്കുന്നുണ്ടല്ലോ പറഞ്ഞ്. മോളിത് കുടിക്കുമ്പോഴേക്കും ഞാൻ ഈ ചമ്മന്തി അരച്ചെടുക്കട്ടെ. അവളുടെ ചുണ്ടോട് കയ്യിലെ പാൽ ഗ്ലാസ് അടുപ്പിച്ച് അവളെ കൊണ്ട് അത് കുടിപ്പിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ റാമിനോടുള്ള ദേഷ്യത്തിൽ അവൾ പാല് കുടിക്കാതെ റൂമിലേക്ക് പോയി പട്ടിണി കിടന്ന് ഇനിയും അവൾക്ക് കുഞ്ഞുങ്ങൾക്കും എന്തെങ്കിലും പറ്റുമോ എന്ന് അവർ ഭയന്നിരുന്നു. അത് മുഴുവൻ കുടിച്ച് തീർത്തപ്പോഴായിരുന്നു അവർക്ക് സമാധാനമായത്. അവളുടെ മൈൻഡ് ഓക്കെ എന്ന് മനസ്സിലായതും അവരവരുടെ ജോലിയിലേക്ക് പോയി. കമലമ്മേ, ഞാൻ ആ ഹാളുണ്ടാകും കേട്ടോ. എനിക്കിവിടുത്തെ സ്മെല്ലൊന്നും പറ്റുന്നില്ല. ആകെ എന്തോ ഒരു മനം പുരട്ടൽ. ഈ സമയത്ത് ഇതൊക്കെ ഉണ്ടാവും. മോൾ ഡൈനിങ് ടേബിളിൽ പോയിരുന്നു. ഞാനേ ഇതൊന്ന് പ്ലേറ്റിലാക്കിയിട്ട് മോൾക്ക് കഴിക്കാനായി വരാം. പോകുന്ന പോക്കിൽ അവിടെയുള്ള ആപ്പിളും കടിച്ചുകൊണ്ട് ചിരിയോടെ പോകുന്നത് കണ്ടപ്പോൾ കമലമ്മക്കും ആശ്വാസമായി. കിച്ചണിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പോയവളുടെ കാൽ അവിടെയുള്ള കാർപ്പറ്റിൽ ചവിട്ടി സ്ലിപ്പായതും കയ്യിലെ ആപ്പിൾ താഴേക്ക് വീഴുന്നതിനൊപ്പം നിലത്തേക്ക് വീഴാൻ പോയവളെ താങ്ങി റാമിൻ്റെ കൈകൾ എത്തിയെങ്കിലും അതിനു മുന്നേ തന്നെ അവിടെയുള്ള ടേബിളിൽ പിടിച്ച് അവൾ തന്നെ ബാലൻസ് ചെയ്ത് നിന്നിരുന്നു. നീത, എന്തേലും പറ്റിയോ? താൻ ഓക്കെ അല്ലേ? എവിടെയും കാലിടിച്ചോ? ഹോസ്പിറ്റലിൽ പോകണോ? അല്ലേ ഞാൻ ഡോക്ടറെ ഇങ്ങോട്ട് വിളിക്കാം? അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ആദിയോട് പറയുന്ന റാമിനെ അപ്പോഴാണ് അവൾ കണ്ടത്. അവൻ്റെ മുഖത്ത് പേടിയും ടെൻഷനും കണ്ട് അവളുടെ മുഖത്ത് അവനോടുള്ള പുച്ഛമായിരുന്നു നിറഞ്ഞു നിന്നിരുന്നത്. നീത, താൻ തന്നെ മിണ്ടാതെ പറ, ഡോക്ടറെ കാണണോ? തന്നെ നോക്കുന്നതല്ലാതെ ഒരു വാക്ക് പോലും മിണ്ടാതെ നിൽക്കുന്നത് കാണുന്തോറും ടെൻഷനോടെ അവനത് ചോദിച്ച് അവളുടെ കവിളിൽ അറിയാതെ കൈവച്ചതും ആ നിമിഷം തന്നെ അവൾ ആ കൈകൾ തട്ടി മാറ്റിയിരുന്നു. എന്ത് ധൈര്യത്തിലാണ് താൻ്റെ ശരീരത്തിൽ തൊട്ടത്? 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ തന്നോട് എന്നെ തുടരുതെന്ന്? അതെങ്ങനെ വെട്ടിപ്പിടിച്ച് കീഴ്പ്പെടുത്തിയുമല്ലേ ശീലം, പ്രത്യേകിച്ച് പെണ്ണിൻ്റെ ശരീരത്തോട്. നിത, അലറണ്ട, എനിക്ക് കേൾക്കാം. ഒച്ച വെച്ച് എൻ്റെ വയലിലുള്ള കുഞ്ഞുങ്ങളെ കൂടി പേടിപ്പിക്കണ്ട. അതോ ഇനി അവയെ കൂടി കൊല്ലാൻ വല്ല ഉദ്ദേശമുണ്ടോ റാണ വിക്രംനാഥിന്? അല്ല, അഗ്നി തന്നെ ഈ ജീവിതത്തിലൊരു ശല്യമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പിഴച്ച് പ്രസവിക്കുന്നത് പോലെ 3 കുഞ്ഞുങ്ങൾ കൂടി ആകുമ്പോൾ റാണ വിക്രംനാഥിൻ്റെ അഭിമാനത്തിന് ക്ഷതമാണല്ലോ. അതുകൊണ്ട് ചോദിച്ചതാ. ഇനി അങ്ങനെ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ മക്കളെ മാത്രമാക്കണ്ട, കൂടുതൽ എന്നെ കൂടി തീർത്തേക്കണം. കൊന്നു തള്ളിയാലും ആരും അന്വേഷിക്കാൻ വരില്ല. നീത, എനിക്ക് വഴിയിൽ നിന്ന് മാറിത്തരും. എനിക്ക് മുറിയിലേക്ക് പോകണം. തന്നോട് അംഗം വിട്ട് ജയിക്കാൻ എനിക്കിപ്പോൾ ആവതില്ല. അതുകൊണ്ട് ശല്യം ചെയ്യരുത് പ്ലീസ്. അവനെന്തെങ്കിലും പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് ഇടയിൽ കയറി അവന് മുന്നിൽ അത്രയും അവജ്ഞയോടെ പറഞ്ഞ് മുഖം തിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. മോളെ, ഒന്നും കഴിച്ചില്ലല്ലോ. ദോശ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ട. അവൻ്റെ മുഖത്തേക്ക് കനപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ കമലമ്മക്ക് മറുപടി കൊടുത്തു. അങ്ങനെ പറയല്ലേ, വിശക്കൊന്നും പറഞ്ഞു വന്നതല്ലേ, എന്നിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ കഴിച്ചാലും ഇല്ലെങ്കിൽ ഇവിടെ ആർക്കും നഷ്ടമൊന്നുമില്ല. പിന്നെ എൻ്റെ വയലിലുള്ള കുഞ്ഞുങ്ങളെ പറ്റിയാണെങ്കിൽ അവരത് സഹിച്ചുകൊള്ളൂ. കാരണം അവർക്കറിയാം ഈ അമ്മയുടെ അവസ്ഥ, അവർക്കേ അറിയൂ. അത്രയും റാമിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് പോയിരുന്നു. വിശന്ന് വയറ് കത്തുന്നുണ്ടെങ്കിൽ പോലും അവനോടുള്ള പകയിൽ അതെല്ലാം കെട്ടടങ്ങിയിരുന്നു എന്നതായിരുന്നു സത്യം. അവൾ പോയതിന് പിന്നാലെ പോകാൻ നിന്ന് അവന് ധൃതി കയ്യിൽ പിടിച്ച് തടഞ്ഞു. റാം, നീ ഇതെങ്ങോട്ട് അവളുടെ പിന്നാലെ? ഇപ്പോൾ കാലി തുറഞ്ഞു തുള്ളിപ്പോയവളുടെ പിറകെ പോയി അവളുടെ BP കൂട്ടാനോ? അവള് നീയും കണ്ടതല്ലേ, ഇവിടെ വീഴാൻ പോയതല്ലേ. ഡോക്ടറെ കാണിക്കേണ്ടി വന്നാലോ? എന്തിനു പറ്റിയാലോ? എൻ്റെ റാമേ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. നീയായി കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി. റാം, നീ ഇതെന്ത് പണിയെ കാണിച്ചേ? അല്ലെങ്കിൽ അവളൊരു പക്ക കഴിക്കുന്നില്ല. നിനക്കറിയാവുന്നതല്ലേ അവളുടെ അവസ്ഥ.
എന്നിട്ടും അവളുടെ മുന്നിലേക്ക് പോയി അവളെ ദേഷ്യം പിടിപ്പിച്ചു. റാമേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്ക് അവളെയും കുഞ്ഞുങ്ങളെയും ജീവനോട് വേണമെന്നുണ്ടെങ്കിൽ നാളെ മുതൽ അവൾ ആഹാരം കഴിക്കുന്ന നേരത്ത് നീ അവളുടെ മുന്നിലേക്ക് വരരുത്. നീ ഒന്ന് മനസ്സിലാക്കണം, നിനക്ക് വന്ന മാറ്റം അവൾക്ക് വന്നിട്ടില്ല. നിന്റെ പേര് പോലും കേൾക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല. അത് ഞാൻ നേരിട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയതാ. അതുകൊണ്ട് പറയാം, കാരണങ്ങളുണ്ടാക്കി നീ അവളിലേക്ക് കയറിക്കൂടാൻ എത്ര ശ്രമിച്ചാലും അവൾക്ക് നിന്നുള്ള വെറുപ്പിൻ്റെ ആഴം കൂട്ടാനല്ലാതെ വേറൊന്നിനും അത് ഉപകരിക്കില്ല. ഇന്നലെ ഞാൻ കുറേ പറഞ്ഞിട്ടാ ആ കുട്ടി ഇന്ന് മുറിയിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. എന്ത് സന്തോഷത്തിലായിരുന്നെന്ന് അറിയോ നിനക്ക്? വിശന്നിട്ട് വയ്യെന്ന് പറഞ്ഞ് വന്നവളാ ഇപ്പൊ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് അറുത്തുമുറുത്ത് പറഞ്ഞു പോയത്. ഇനി ഇന്നവൾ വലത് കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഭാഷയിൽ നിന്നേക്കാൾ ഒന്നല്ല 100 പടി മുന്നിൽ അവൾ തന്നെയാണ്. അത് ഞാൻ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടല്ലോ. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് ഈ നേരം വരെ കുടിച്ചത് പാല് മാത്രമാണ്. അവൾ മാത്രമല്ലല്ലോ, അവളുടെ ഉള്ളിൽ 3 കുരുന്ന് ജീവനെ കൂടി ഇല്ലേ? അതുങ്ങൾക്ക് വിശക്കുമടാ. റാമേ, നിന്നെ മനസ്സിലാവാഞ്ഞിട്ടല്ല, പക്ഷേ അവളെപ്പറ്റി ആലോചിക്കുമ്പോൾ എനിക്കൊരിക്കലും എൻ്റെ മോൻ്റെ കൂടെ നിൽക്കാനാവില്ല. അത്രയും വലിയ ക്രൂരതയാ നീ അവളോട് ചെയ്തത്, ഇപ്പോഴും ചെയ്യുന്നത്. ആദ്യം കുറച്ച് ദേഷ്യത്തിൽ പറഞ്ഞ കമലമ്മ പിന്നെ അതവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാകത്തിന് സൗമ്യതയിൽ പറഞ്ഞു. അവർക്ക് നല്ല വിഷമുണ്ടായിരുന്നു. വിശക്കെന്നൊന്ന് പറഞ്ഞ് വന്നവളൊന്നും കഴിക്കാതെ പോയതിൽ വയറ്റിലുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും മാറാൻ ശ്രമിച്ചതാണ്. അതാണിപ്പോൾ ഇല്ലാതെയായത്. നിമിഷങ്ങൾക്ക് മുന്നേ താൻ കണ്ട അഗ്നിതയിൽ നിന്നും പെട്ടെന്ന് തന്നെ അവൾ പഴയ അഗ്നിതയായി മാറിയത് അവരറിഞ്ഞു. അല്ലേലും ഞാനാണല്ലോ അവളുടെ പ്രശ്നം. അവൾക്ക് എന്നെ ഇഷ്ടമല്ല, വെറുപ്പ് അവൾക്ക് എന്നോട്. അതൊരിക്കലും മാറില്ല, ഒരിക്കലും മാറില്ല എന്ന് കരുതി എനിക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ഞാൻ അവളെ സ്നേഹിക്കുന്നില്ലേ? ഡാ, നീ ഇതെന്തൊക്കെയായി പറഞ്ഞു കൂടുന്നേ? പിച്ചയും പേയും പോലെ എന്തൊക്കെയാ പറയുന്ന അവനെ ധൃതി തട്ടി വിളിച്ചു. നീ കേട്ടില്ല അവൾ പറഞ്ഞത്? ഞാൻ അവളെയും കുഞ്ഞുങ്ങളെയും കൊല്ലാൻ ശ്രമിച്ചു എന്ന്. അവരെനിക്ക് അപമാനമാണെന്ന്, ഞാനവരെ കൊല്ലൂന്ന്. ഒന്ന് പറയോ ധൃതി അവളോട്, ഇത് പഴയ റാമല്ലെന്ന്? ഞാൻ പറയുന്നത് കേൾക്കാൻ കൂടി അവൾ തയ്യാറാവുന്നില്ലടാ. അവളിന്ന് വട്ടം മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിൽ അവൾക്ക് എന്നെ മനസ്സിലാകില്ലേ? എൻ്റെ പ്രണയം തിരിച്ചറിയില്ലേ? ഒന്ന് പറയോ ധൃതി, ഞാൻ അവളോട് കാണിക്കുന്ന ഈ സ്നേഹം അതവളുടെ ശരീരത്തോട് അല്ലെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും അവളെ. ധൃതിയെ പിടിച്ചുലച്ചുകൊണ്ട് അവൻ അലറിക്കരഞ്ഞുകൊണ്ട് താഴേക്ക് ഊർന്നിരുന്നു. റാമിൻ്റെ അങ്ങനെ ഒരു ഭാവം ധൃതി ആദ്യമായാണ് കാണുന്നത്. ഒരിക്കൽ പോലും ആ കണ്ണ് നിറഞ്ഞ് കണ്ടിട്ടില്ല. ആ അവനിൽ നിന്ന് കണ്ണുനീർ തോരാതെ പെയ്തിറങ്ങുന്നത് അവൻ അറിഞ്ഞു. നിലത്ത് മുട്ടുകുത്തിയിരുന്ന് മുടിയിൽ പിടിച്ച് വലിച്ചപ്പോഴും എന്തൊക്കെയോ പറയുന്ന അവൻ്റെ അരികിൽ ധൃതിയും കമലമ്മയും വന്നിരുന്നു. അവൻ്റെ അവസ്ഥ കാണുമ്പോൾ അവനോട് സഹതാപവും സങ്കടവും തോന്നുമെങ്കിലും അതിന് കാരണമായ അഗ്നിതയെ കുറ്റപ്പെടുത്താനും അവർക്കാവില്ല. അവളോളം അനുഭവിച്ച അത്രയും വരില്ല ഇതൊന്നുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. എന്നാലും റാമിൻ്റെ സങ്കടം കാണുമ്പോൾ സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. റാമിൻ്റെ അവസ്ഥ കണ്ടു നിൽക്കാനാകാതെ ധൃതി അവനെ നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചിൽ കിടന്ന് അവൻ്റെ സങ്കടം പെയ്തിറക്കി. അവനും നോക്കിയായത് ധൃതി അവനെയും കൊണ്ട് അവിടുന്ന് പോയിരുന്നു. അവർ പോയതും അഗ്നിതയ്ക്ക് കഴിക്കാനുള്ള ആഹാരവുമായി റൂമിലേക്ക് പോയി. മുറിയിലേക്ക് കാലെടുത്ത് വെക്കാൻ തുനിഞ്ഞതും അവിടെ ആകെ ചില്ലുകൾ ചിതറിക്കിടക്കുന്നത് അതോടൊപ്പം രക്തത്തുള്ളികൾ കണ്ടതും കമലമ്മയുടെ നെഞ്ചൊന്ന് ആളി. വാതിൽ മുഴുവനായി തുറന്നപ്പോൾ കണ്ടു നിലത്തെ ചിതറിക്കിടക്കുന്ന ചില്ലുകൾക്കൊപ്പം അവിടെ ആകെ പരന്ന ചുവന്ന വട്ടപ്പോട്ടുകൾ. മോളെ!